No delay. Okay. No delay. Okay. നോക്കട്ടെ. ഓക്കെ ആണോ? ഓക്കെ. കുറച്ച് ദിവസമായിട്ട് ഭീഷണികൾ കേട്ട് ഞാൻ ഇതാക്കും. MRC പറഞ്ഞ എന്തോ തലയൊക്കെ നടന്നു വീണ് മറ്റേ റോഡിൽ. ഇതെന്താ പറയുന്നതെന്നറിയോ? ഇത് പറയുന്നത് അതായത് നമ്മളെ ഇടയിൽ ഈഗിളിനെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ TV ഒക്കെ ഇഷ്ടമല്ലാത്ത കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിനെയാണ് പറയുന്നുണ്ടാവുക. മനസ്സിലായോ? അതായിരിക്കും പറയുന്നുണ്ടാവുക. ബാക്കി ഞാൻ നോക്കട്ടെ, ഫുൾ കാണും. ഓക്കെ, നോക്കട്ടെ. ചോര വിളിപ്പിച്ച് കിടക്കുന്നൊക്കെയാണ് പറയണത്. ഓണ കൊച്ചു പിള്ളേരെ ഇറങ്ങി നിന്റെ എല്ലാം പണിക്കും പോയി നോക്ക്. നിന്നെയൊക്കെ ഇമ്പ്രസ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഇവിടെ ജീവിക്കാൻ. പിന്നെ നിന്റെ ഭയങ്കര പാർച്ചിലുണ്ട്. നീയൊക്കെ മറ്റേ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വേറെ വകുപ്പൊന്നുമില്ല. എന്തായാലും നിന്റെ കൂടെ സ്കൂളിൽ പോകാനും പഠിക്കാൻ പോകാനല്ല ഞാനൊക്കെ എന്തായാലും മനസ്സിലായോ? അതെന്തായാലും അല്ല ഞാൻ കുറെ ദിവസം ഞാനത് കേൾക്കണം കേസ്. ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞില്ല കേസ്. നമുക്ക് ഇന്നത്തെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് വളരെ ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് അവരായിട്ടൊന്നും ചിരിച്ച് ഇതായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നുള്ള രീതിയിൽ പോകത്തില്ല എന്ന് പറയുന്നത്. അത് മനസ്സിലാവുന്നില്ല ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാം. പിന്നെ ഓരോ ദിവസം വന്ന് നമ്മളെ RP ചെയ്യുമ്പോഴും ഇതിനെപ്പറ്റി മിണ്ടിയില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എല്ലായിടത്തും എന്നെ വലിച്ചിടുക, അത് വലിച്ചിടുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാരണം പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വെളിയിൽ ഇരുന്നപ്പം അലീനയുടെ അക്കൗണ്ടിൽ എടുത്ത് കൊച്ചുപോയി എന്നൊക്കെ പറഞ്ഞു ഒരു കൊച്ചുകൊണ്ട് വന്നൊരു മെസ്സേജ് അയക്കണം. ഞാൻ ഫോൺ മേടിച്ചിട്ട് ഞാൻ തലക്ക് വിളിച്ചോണ്ട് ഞാൻ ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ അവർ തലക്ക് വിളിച്ച് മാറി ചോദിക്കുക നീ ആരാണ്? ഞാൻ പറഞ്ഞ സിറ്റിയിലെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നീ സംസാരിക്കണം, നീ ആണെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ 100 വട്ടം ചെയ്താൽ ഫോൺ എടുത്തില്ല, എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചില്ലറ സൂക്കേടല്ലേ ഇവന്മാർക്ക്? കുറച്ച് ദിവസമായിട്ട് നമ്മളെന്തോ ഇവർക്ക് ഒന്നാമത്തെ കാര്യം കഴിച്ച് ഇവർക്ക് സിറ്റിയിലെ നിയമം സിറ്റിയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. MRCയിലുള്ള ഉണ്ടായിരുന്ന വേറെ കുറച്ച് പുതിയ അണ്ണന്മാരുണ്ടല്ലോ. എടാ നമ്മൾ MRC ആണെന്ന് അവർക്ക് മനസ്സിലാക്കണം. പക്ഷെ അവരെന്ന് പറയും അത് TV ആണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് TVയിലുള്ള എല്ലാവരും അറിയുമോ? അതുപോലെ ഞങ്ങൾക്ക് അറിയത്തില്ല. നീയൊക്കെ ഏതാ? നീക്ക് 2 മാസം മുമ്പ് കയറി വന്ന് നിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ സൗണ്ട് കേട്ടാൽ ഞാൻ MRC എന്ന് പറഞ്ഞു ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണം. അല്ല, ആ പറഞ്ഞ കാര്യം അതെനിക്ക് TVയിലെ മെമ്പേഴ്സിനോടും പറയാനുള്ളതാ. എനിക്ക് എല്ലാവരും അറിയില്ല. അങ്ങനെയാണല്ലോ നമ്മള് മറ്റേ അമ്പത്തൂരിന്റെ ഒരു സീൻ വലിച്ചത്. അങ്ങനെയാണല്ലോ, മനസ്സിലായില്ലേ? അത് നമ്മൾ സോറി പറഞ്ഞു, അതവിടെ സോൾവ് ആക്കി. സത്യം. അതിപ്പോ ഈഗിളിനായാലും ഉണ്ടാവും, എനിക്കായാലും ഉണ്ടാവും. നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നില്ലല്ലോ. നമുക്കറിയുന്ന എനിക്കറിയുന്ന 3-4 പേരേ ഉള്ളൂ. ഈഗിള്, കണ്ണാപ്പി, പിന്നെ ചന്ദ്രൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ അവിടെ അറിയൂ. ജോക്കി അണ്ണൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കിയുള്ള കുറെ എണ്ണത്തിന് എനിക്കും അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇതേ പ്രശ്നം എനിക്കും വരാറുണ്ട്. അപ്പൊ പറഞ്ഞത് കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ പിന്നെ ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാതെ മാറിയെന്ന് അല്ലെങ്കിൽ വരും. അതെ അതൊക്കെ TVയോടും പറയാനുള്ളത്. ഇത് ആരാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അല്ലാതെ നിന്നെ കാണുമ്പോ കുഞ്ഞിരുന്ന് ഇതാക്കാൻ പറ്റില്ല. മനസ്സിലായോ? A ക്ലാസ് അമ്പി നിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അമ്പി അത് നിനക്കുള്ള പേര് അതാണ്. നിന്നുള്ള നിനക്ക് അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നിന്നെ അങ്ങനെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസമായി ഞാനത് മിണ്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അന്നേരം ഇങ്ങനെ കുറെ ദിവസമായിട്ട് നമ്മളെ ഒരുമാതിരി പട്ടിതാക്കണം. ഞാനിപ്പോ ഇത്രയും നാളത് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഒരു ഇതുമില്ല. എടാ നിന്റെ കൂട്ടത്തിൽ ഒരുത്തൻ ഇതിന് മുകളിൽ ചെയ്ത് കാണിക്കുമ്പോൾ എന്റെ അടുത്ത് കോമ്പറ്റീഷൻ ഒന്നും നീയൊക്കെ വന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുത്തർ ഇതുവരെ ചെയ്ത് കാണിക്കാൻ എന്തായാലും അവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടായി നീയൊക്കെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഞാനത് ഈ പറയുന്നത് പോലെ അക്സെപ്റ്റ് ചെയ്യാം. അതുവരെ അങ്ങനെ എന്തായാലും ഒരുത്തനകത്തില്ല. അങ്ങനെ ഒത്തിരി ഇല്ലാത്തത്തോളം കാലം നിങ്ങളുടെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇത്രയും ദിവസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഇതായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില ആൾക്കാർ ലൈവ് വന്നിട്ട് പറയുന്നത് TVക്കും KVക്കും ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയത്. ഞാൻ പറഞ്ഞു ബ്രോ ഫ്രണ്ട്ലി ആവാൻ. ഞാൻ നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. ഞാൻ ഇതല്ലേ ബ്രോ അടുത്തൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് TVക്കും KVക്കും ഫ്രണ്ട്ലി ഗ്യാങ് ആയതുകൊണ്ടാണ് അവർ കുറെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓഡിയൻസ് പോയത്. എന്നാ പറയൊക്കെയാണ് പറയണേ ബ്രോ? എന്തൊക്കെയാണ് പറയണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോ നിങ്ങളുടെ ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ? ഞാൻ അതിന്റെ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. അന്നേരം നീയൊക്കെ പറഞ്ഞ അന്നേരം വരെ ആയോ അത് ഇതിന് ഫ്രണ്ട്ലി ആവാൻ താല്പര്യമില്ല. ഇതിന്റെ അപ്പുറത്ത് ദിവസമാകും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ട് ഒരു അടി പ്രതീക്ഷ ആൾക്കാർ ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരു അടി പ്രതീക്ഷിച്ച് വന്നാലും ഓക്കെ അടിയായി എന്നുള്ളൊരു രീതി അത് മതിയായിരുന്നു. അതിന് പകരം ഫ്രണ്ടാണ്, അണ്ടിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവര് പോകും. പകലാകുമ്പോൾ അതിനകത്ത് നമ്മളോട് പ്രശ്നമുള്ള കുണ്ണാളല്ല. അവിടെ ഉച്ചയാകുമ്പോഴത്തേന് ചോദിച്ചു തുടങ്ങും. ഇവനേത് പേരെന്താ? അവിടെ സാമാനുണ്ട്. സാമാനത്തിൽ അറ്റം ചെത്തിയിട്ടുണ്ടോ? ചെത്താത്തതുണ്ടോ? അതുണ്ടോ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ MRC ഉള്ളത്. നിങ്ങളാര്? ഇതാണ് ഇത് ഞങ്ങൾക്ക് എത്ര ദിവസം കേട്ടോണ്ടിരിക്കാൻ പറ്റും? അല്ല ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ. ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സീരിയസ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറെ ദിവസം ഇത് ഞാൻ നിങ്ങൾക്ക് TVയിലെ മെമ്പേഴ്സിനെ അറിയത്തില്ലെങ്കിൽ തിരിച്ച് അതിനകത്തുള്ളവർക്കും നിങ്ങളുള്ള പുതിയ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ സംസാരം ആകുമ്പോൾ പേരെന്താ പേര് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അത് ന്യായമായ കാര്യം. MRC ആണെന്ന് പറഞ്ഞാൽ മ്യൂച്വലി പോയ 2 മെമ്പേഴ്സ് റെഡി ആണെങ്കിൽ അത് അങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് മാത്രം വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞിട്ട് കുറച്ച് പേര് അമ്പി കളിക്കുന്നതിൽ ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം ഇത് പറയാറുണ്ട്. ഇവന്മാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ MRC ആൾക്കാർ നമ്മുടെ തലവെട്ടി കളയും, മറ്റേ ഇതാക്കി കളയും. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. നിന്റെ അണ്ണം പറഞ്ഞതുപോലെ ദൈവം തമ്പുരാനെ അല്ലാതെ എനിക്ക് വേറൊരുത്തരം പേടിയില്ല. അതിന് നിന്റെ ഏതൊക്കെ കൊലകൊമ്പനാണെങ്കിലും എനിക്ക് ഒരുത്തരം പേടിയില്ല. പറയാനുള്ള കാര്യം മൊത്തത്തിൽ പറയും. ഇത്രയും ദിവസം ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ട എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് എന്റെ ചാറ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് RP
ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രോ നമ്മുടെ ചാറ്റിൽ ഒരു മോശമായ വാക്കുപോലും പറയാൻ പാടില്ല എന്ന്. എന്നാൽ ഷമീർ വന്നാലും ഷെയ്ഖ് വന്നാലും മാക്ക് വന്നാലും ആര് വന്നാലും ഞാൻ അവയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ എന്റെ ലൈഫ്. ഇത് ചിലപ്പോൾ റീലൊക്കെ ഓരോരുത്തർ കട്ട് ചെയ്ത് ക്ലിപ്പ് ആക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പണിക്കും പോകാത്ത സ്കൂളിൽ പോലും പോകാത്തമായിട്ട് കമന്റ് ഇട്ട് മെഴുകുമായിരിക്കും. എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ എനിക്കറിയാം, നമ്മുടെ ഓഡിയൻസിന് അറിയാം, അതുപോലെ അതിനകത്ത് കുറച്ച് ഓഡിയൻസിന് അറിയാം, അതിനകത്ത് ലൈവ് ആണെന്ന് കുറച്ച് ഓഡിയൻസിന് അറിയാം. ഇവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ ആർക്ക് കളിക്കുന്നത്. അതെ, നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് 17 മിനിറ്റ് നോക്കാം ഫുള്ള് കാണാൻ പറയുന്നുണ്ട്. അതാണ് അത് ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാനിവിടെ ഒരു 12,000-13,000 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസം പോയി കാണും കേട്ടോ ഇവരുടെ ആർപ്പിയിൽ നമ്മുടെ റെസ്പോൺസ് ഓഡിയൻസിലേക്ക് എങ്ങനെയാണെന്ന്. അവൻ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച്, ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഉടനെ MRCയുടെ ഓഡിയൻസിന് വേണം പുള്ളിക്ക്, അതാണ് പുള്ളി വിളിച്ചതെന്ന്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, ഇത് ആരെ ശരിക്കും എന്നെ ഫോൺ വിളിച്ചേ? ഞാനാണ് ഫോൺ വിളിച്ചത്, അവനാണ് ഫോൺ വിളിച്ചത്? മതിയാണ്. ഇല്ല ബ്രോ, ഇല്ലെന്ന് പറയണം. ഞാൻ ഇത്രയും ദിവസം ഇതിനകത്ത് കൃത്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത്രയും ദിവസം ഞാനല്ലേ കേസ് വേണ്ട എന്ന് പറഞ്ഞിട്ടോണ്ടിരിക്കണേ. 3 ദിവസമായിട്ട് നമ്മുടെ വണ്ടൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുക. ടിവിയും KVയും കാരണമാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയത്. ബ്രോ, നിങ്ങളുടെ ഓഡിയൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകടാ. അത് ഞാൻ പറയാം. ഈ എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്പേഴ്സിന് എടുത്ത് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നത്. നാളെ ഈ മെമ്പേഴ്സ് തന്നെ പോടാ, നിന്റെ ഒന്നും ഞാൻ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, തല്ലുള്ള മയ്യെന്ന് പറഞ്ഞാൽ അമ്മ ഇറങ്ങി പോകും. അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് ഞാനെന്ന് പറഞ്ഞു എന്നെ അണ്ണാന്ന് പോലും വിളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. ബാക്കിയൊക്കെ നിനക്കൊക്കെ ഇനി ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരെ വിശ്വസിക്കാം. ഞാൻ എന്റെ സാധനം പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇതാക്കി ഞാൻ മാറ്റിനോട് പറഞ്ഞത് എന്നെ അണ്ണാന്ന് പോലും വിളിക്കണ്ട. അത് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് സിറ്റുവേഷൻ കണ്ടാലോ ഒരു ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ ഒരു വട്ടം ഷമീറിന്റെ കാര്യത്തിൽ LWന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നത് അവന്റെ കാര്യത്തിലാണ്. അപ്പോഴത്തേക്കിന് തൊപ്പി എന്നെ ലൈവിൽ അവരത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ഞാൻ അന്ന് വിചാരിച്ച് ഞാനത് പേടിച്ചങ്ങ് നിർത്തുന്നത്. ഞാൻ ഇനി ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം. RPയെ പറ്റി ഒരു കുണ്ണെ അറിയാത്ത LW മാത്രം സ്പാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം IEDകളാണ് ഇതിന്. നീയൊക്കെ ആദ്യം എന്തെങ്കിലും ഒരു RP എന്താ, റൂൾ എന്താ, എന്താണെന്ന് മര്യാദയ്ക്ക് എന്തെങ്കിലും പഠിക്കും, എന്നിട്ട് കുണയ്ക്കാൻ പാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ ചുമ്മാ ഇരുന്ന് ഇത്രയും ദിവസം തമ്മി തല്ലിക്കാൻ നോക്കല്ല. അത് നിന്നെ കൊണ്ടൊന്നും ഒരു പൊന്നയ്ക്കും കൊള്ളത്തില്ല. മനസ്സിലായോ? തല്ലുള്ളികളാ അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേര് തമ്മിൽ പകലായി വിട്ടിട്ട് പറയും എന്റെ ലീഡറുടെ പ്രശ്നം, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയാം എന്റെ ലീഡറുടെ പ്രശ്നം. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് അല്ല, ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ വേറെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നമ്മളെ ലീഡറും കോ-ലീഡറും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തോളും. മനസ്സിലായോ? അതിൽ പുറത്തുനിന്ന് ഒരു തേർഡ് പേഴ്സണോ ആരായാലും ലൈവ് ഇട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരും ഇടപെടണമെന്നില്ല. മനസ്സിലായോ? ഇതിൽ ആരും ഇടപെടണമെന്നില്ല. അത് ആരായാലും ശരി, നമ്മളെ കോ-ലീഡറായിട്ടോ ലീഡറായിട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് തീർത്തോളും. മനസ്സിലായോ? ഇതിൽ വേറെ ആരും ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇൻക്ലൂഡ് ആകേണ്ട ആവശ്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് നമ്മളെ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് നമ്മൾ തീർത്തോളാം. അതിലെന്തിനാ വേറെ തേർഡ് പേഴ്സൺ ആയിട്ട് എന്തിനാ ഒരാൾ വരേണ്ട ആവശ്യം? ടിവിയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ? ഞാൻ പറയാതിരിക്കാൻ വയ്യ. ആ ടിവിയെ കമ്പയർ ചെയ്യുമ്പോൾ കേൾക്കുന്ന വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് MRCനെ പറയുമ്പോൾ നമുക്കും അതുപോലെ തന്നെയാണുള്ളത്. നിന്റെ കുറെ ദിവസം ഞാൻ കോൺട്രവേഴ്സി അണ്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നപ്പോൾ നിനക്കൊക്കെ മറ്റേ തലയിൽ കയറിയാണ് മൂടി വെട്ടണോ? നിന്റെ കഴിവുകളാണ് നിന്റെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, നമ്മളിപ്പോ എനിക്ക് ഷെയ്ക്കുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീർത്തോളാം. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രാത്രി ആവുമ്പോ ഈ പറഞ്ഞ പോലെ, രാവിലെ ആവുമ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇവരെ ഉള്ളിൽ ഇവര് അടിയായോ, ഇവര് സീനായോ, ഓക്കെ, രാത്രി ഷമീറിന്റെ ലൈവ് നോക്കട്ടെ, ഇവരെന്താ പറയുന്നത്, ഓക്കെ. ഇങ്ങനെ നമ്മൾ ആരടുത്തും പോയിട്ടോ അല്ലെങ്കിൽ ആരെ ഇതും നോക്കിയിട്ട് നമ്മൾ നിൽക്കാറില്ല. മനസ്സിലായോ? നമ്മൾ ആരടുത്തും നോക്കി നിൽക്കാറില്ല. ഇവർ തമ്മിൽ എന്താ പ്രശ്നം, ഇവർ തമ്മിൽ എന്താ അടി നടക്കുന്നുണ്ടോ, ഇവർ തമ്മിൽ എന്തൊക്കെ ഇത് നടക്കുന്നുണ്ടോ നമ്മൾ നോക്കാറില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കും. നമുക്ക് അതിനെ നേരമുള്ളൂ. നമുക്ക് MRCന്റെ കാര്യം, നമ്മളെ കാര്യം നോക്കാനേ നമുക്ക് സമയമുള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബാക്കിയുള്ള അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നു, അവിടെ എന്താ നടക്കുന്നോ, അവിടെ ഇങ്ങനെ നടന്നല്ലേ, ഓക്കെ, അവിടെ ഇവർ രണ്ടാളും അടിയായി. ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പ്, അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് എന്നല്ല ഇതിന് പറയും. അതായത് അത്രേ ഉള്ളൂ. അതെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് കുത്തിത്തിരിപ്പ് എന്നല്ല, ഇത് അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത്, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, ആ ത്വരയായിരിക്കാം ഇത്. നോക്കട്ടെ. ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആദ്യം എന്തെങ്കിലും ഒരു RP എന്താ, റൂൾ എന്താ, എന്താ മര്യാദക്ക് എന്തെങ്കിലും പഠിക്കും, എന്നിട്ട് കുണയ്ക്കാൻ പാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ ചുമ്മാ ഇരുന്ന് ഇത്രയും ദിവസം തമ്മി തല്ലിക്കാൻ നോക്കല്ല. അത് നിന്നെ കൊണ്ടൊന്നും ഒരു പൊന്നയ്ക്കും കൊള്ളത്തില്ല. മനസ്സിലായോ? തല്ലുള്ളികളാ അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേര് തമ്മിൽ പകലായി വിട്ടിട്ട് പറയും എന്റെ ലീഡറുടെ പ്രശ്നം, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയാം എന്റെ ലീഡറുടെ പ്രശ്നം. ഇതാണ് ഓക്കെ. ഇതെന്താന്ന് വെച്ചാൽ ഇത് കുടുംബശ്രീ ശാന്ത. മനസ്സിലായല്ലോ? ഇത് കുടുംബശ്രീ ശാന്ത. അതായത് ഇവർക്ക് എന്താ പറയാ, ഇവർക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അതായത് ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നയോ, ആ വീട്ടിലെന്താ പ്രശ്നം, നോക്കട്ടെ, അടിയായിപ്പോയി, ഇവര് തെറ്റിയാ, ഇവര് ഇതായോ,
ഈ പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഈ പരിപാടി ചെയ്യാറില്ല, മനസ്സിലായോ? നമ്മൾ ഈ പരിപാടി ചെയ്യാറില്ല. നമ്മൾ നമ്മളെ കണ്ടന്റും നമ്മളെ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത്, ഇവര് തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് കുടുംബശ്രീ ആക്കിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വിളമ്പാൻ വേണ്ടി നമ്മൾ പോവാറില്ല, മനസ്സിലായല്ലോ? ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് ടി വി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണം. അണ്ടി കേട്ട് ഞാൻ പറയാതിരിക്കാൻ വയ്യ. നിന്റെ കുറെ ദിവസം അതുപോലെ തന്നെയാണ് നമുക്ക് MRC. നമ്മളെ പറയുമ്പോൾ നമുക്കും പൊള്ളു. കോൺട്രവേഴ്സി അണ്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നപ്പോൾ നിനക്കൊക്കെ മറ്റേ തലയിൽ കയറിയാണ് മൂടി വെട്ടണോ? നിന്റെയൊക്കെ കഴിവുകളാണ് നിന്റെയൊക്കെ അത് അണ്ടി പോയത്, അല്ലാതെ നമ്മുടെ അല്ല. എല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ അതിലോട്ട് വെച്ചാൽ ഞാനൊന്നും മിണ്ടിയില്ലേ പോലും കഴിച്ചു. ഞാൻ എത്ര ദിവസമായിട്ട് എന്റെ RP കാര്യങ്ങളൊക്കെ ഇതായിട്ട് പോവാ. എത്ര ദിവസമായിട്ട് ഞാൻ പോവാ. ഞാൻ ഇതിനകത്തൊന്നും മിണ്ടിയിട്ടില്ല. ഇവന്മാർ ഡേ ടു ഡേ ഞാനിപ്പോ 3 ദിവസം ഞാൻ ഈ ഗെയിമിനകത്ത് കയറിയില്ല. 3 ദിവസം ഒരു ഇതും ഇല്ലാത്ത കുറച്ച് ഫേക്ക് അക്കൗണ്ട് വാണങ്ങൾ, മറ്റേ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങളുണ്ടല്ലോ, ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങൾ. ഇവന്മാർ മാത്രമേ എന്റെ അകത്ത് വന്നിട്ട് തെറി വിളിക്കുക, മെസ്സേജ് അയക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ആദ്യം പോയി സ്വന്തം ഗ്യാങ്ങിൽ ആദ്യം ഞാൻ ഒരു ഗ്യാങ് പെട്ടണം. ആദ്യം സ്വന്തം ഗ്യാങ്ങിലുള്ള അടി നിൽക്കുക, എന്നിട്ടല്ലേ ടി വി ആയിട്ടൊക്കെ അടി നിൽക്കണേ. ആദ്യം സ്വന്തം ഗ്യാങ്ങിലുള്ള അടി. ഞാൻ എന്ന് പറയട്ടെ, ഈ കുടുംബശ്രീ ശാന്തകള് എന്തിനാ ഇത് നോക്കുന്നുള്ള കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഫസ്റ്റ് അറിയില്ല, മനസ്സിലായോ? ഈ കുടുംബശ്രീ ശാന്തകള്